നമസ്കാരം. നീഡ് ദ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്ദീപ് തോമസ്. ഞാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് രംഗത്ത് ഏകദേശം 15 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഈ 15 ഇയേഴ്സിനുള്ളിൽ പല സെക്ടറുകളിൽ ട്രെയിനിങ്സ് നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭ്യമായി. അതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ മെജോറിറ്റി ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതിനകത്ത് ഇൻഷുറൻസ് കമ്പനികൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതിനോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ചെറിയ പ്രതിസന്ധികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് ന്യൂസുകളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആഴത്തിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്നാണ് ഇന്നത്തെ നീഡ് ഓഫ് ദ അവറിൽ ആഗ്രഹിക്കുന്നത്. അതിനായി എന്നോട് കൂടെ ചേരുന്നത് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു സെക്ടറിൽ ഏകദേശം 25 വർഷത്തിന് മേളിൽ പ്രവർത്തന എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ വിനോദ് നായരാണ്. സാറിനെ കുറിച്ച് പറഞ്ഞാൽ സാറ് 25+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ. അതിൽ മെജോറിറ്റി സാർ ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ സെക്ടറിലാണ്. അപ്പം സാറിൻ്റെ ആ എക്സ്പീരിയൻസ് നമുക്ക് ഏറെ ക്ലാരിറ്റി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു സാഹചര്യം വിലയിരുത്താനായി. അപ്പം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഡോക്ടർ വിനോദ് നായരിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമസ്കാരം സർ. നമസ്കാരം വിനോദ് സർ, നീഡ് ദ അവറിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇന്ന് കേരളത്തിൽ ധനകാര്യ മേഖലയിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ന്യൂസുകൾ, അത് ന്യൂസ് പേപ്പർ ആയാലും TV ചാനലാണേലും പല വിധത്തിലുള്ള ന്യൂസുകൾ വരുന്നു. ചില ധനകാര്യ സ്ഥാപനങ്ങൾ, NBFCs, അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സ്റ്റേറ്റ് സൊസൈറ്റികൾ പോലും ചിലതൊക്കെ അടഞ്ഞു പോകുന്ന സ്ഥിതി, നിക്ഷേപകരുടെ പണം അവിടെ കുടുങ്ങിക്കിടക്കുന്നു. സാർ, ഈ ന്യൂസിൻ്റെ പിന്നിൽ ഈ റൂമേഴ്സ്, ചിലതൊക്കെ പലതും റൂമേഴ്സുമാണെന്ന് സാറിന് അറിയാലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? സന്ദീപ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ട്രസ്റ്റ് ക്രൈസിസ് ആണ്. പല സ്ഥാപനങ്ങളും അടയുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനൊപ്പം പറയേണ്ട എന്തെന്നാൽ എല്ലാ കമ്പനികളും തെറ്റാണ് എന്നല്ല. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും നിരവധി റെഗുലേറ്റഡ് NBFCs, മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നിവർ ഇന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവരാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്. അതിനാൽ നാം പറയേണ്ടത് ബാഡ് കമ്പനീസിനെ തിരിച്ചറിയുക എന്നതാണ്. മുഴുവൻ മേഖല മോശമാണ് എന്നല്ല. താങ്ക് യു സർ. സാർ, അതിനോട് ബന്ധപ്പെട്ട എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ, സാർ, ഈ പ്രതിസന്ധിയുടെ പിന്നിൽ പ്രധാനമായിട്ടുള്ള മെയിൻ കാരണങ്ങൾ, വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദിസ്? 3 പ്രധാന കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം. ചില സ്ഥാപനങ്ങൾ RBI, SEBI അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പോലുള്ള നിയമപരമായ ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്യാതെയോ അനുമതിയില്ലാതെയോ ഒക്കെ പണം ശേഖരിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2, അധിക ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വാഗ്ദാനമാണ്. 15% മുതൽ 20% വരെ ഇൻട്രസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ അത്രയും ബിസിനസ് വരുമാനം ഉള്ളവരല്ല. അതിനാൽ തന്നെ ബിസിനസ് കൊളാപ്സ് ഉണ്ടാകുന്നു. പിന്നീടുള്ളത് പുവർ മാനേജ്മെന്റ് ആൻഡ് ലാക്ക് ഓഫ് ഗവേണൻസ് ആണ്. ചില സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെയാണെന്ന് നാം വിശ്വസിക്കരുത്. നല്ല കമ്പനീസ് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുകയും കൃത്യമായിട്ട് റെഗുലേറ്ററി നോംസ് പാലിക്കുകയും നിക്ഷേപകരുടെ പണം കൃത്യമായി മടക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ മറക്കാൻ പാടില്ല. വിനോദ് സർ, ഇപ്പോൾ ഏറെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ബഡ്സ് ആക്ട്. എന്താണ് സാർ ഈ ബഡ്സ് ആക്ട്? ബഡ്സ് ആക്ട് 2019, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. ഇതിൻ്റെ ലക്ഷ്യം നിയന്ത്രണമില്ലാതെ പണം ശേഖരിക്കുന്ന സ്ഥാപനങ്ങളെ നിരോധിക്കുക എന്നതാണ്. അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നത് RBI, SEBI, MCA, CRCS പോലുള്ള ഏജൻസികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള പദ്ധതികളാണ്. ഇവ നിരോധിതം തന്നെയാണ്. RBI രജിസ്റ്റർ ചെയ്ത NBFCs, CRCS
CRCS രജിസ്റ്റർ ചെയ്ത മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, RBI നിയന്ത്രിക്കുന്ന ബാങ്ക്സ്, ഇവയാണ് നിയമപരമായി പ്രവർത്തിക്കുന്നത്. ഈ നിയമം നിക്ഷേപകനെ സംരക്ഷിക്കാനാണ്, അല്ലാതെ ജെനുവിൻ കമ്പനികളെ ശിക്ഷിക്കാനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം. വിനോദ് സർ, താങ്ക് യു ബഡ്സ് ആക്ടിനെ കുറിച്ചൊരു ക്ലാരിറ്റി തന്നതിന്. സർ, ഇതിനോട് തന്നെ ചേർന്ന് എൻ്റെ അടുത്തൊരു ചോദ്യം, ഒരു സാധാരണ നിക്ഷേപകൻ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് ഒരു ജെന്വിൻ കമ്പനി, ഇതൊരു ജെന്വിൻ കമ്പനിയാണോ, സ്ഥാപനമാണോ, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആണോ, നാളെ ഞാനൊരു പ്രതിസന്ധിയിലേക്ക് എത്തുമോ എന്ന് എങ്ങനെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, റെഗുലേറ്ററി അപ്രൂവൽ. NBFC ആണെങ്കിൽ RBI സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കാണേണ്ടതുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ CRCS രജിസ്ട്രേഷൻ നമ്പർ പരിശോധിക്കണം. ഓഡിറ്റ് ആൻഡ് ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. 14 മുതൽ 20-25% വരെ വാഗ്ദാനം ചെയ്യുന്നവർക്ക് മുൻപിൽ ഡബിൾ ചെക്ക് ചെയ്യുക തന്നെ വേണം. സാധാരണയായി ഒരു NBFCക്ക് നോർമലി കൊടുക്കാനായിട്ട് പറ്റുക ഒരു 9% മുതൽ 12.5% വരെയാണ്. ഇനി ബിസിനസ് മോഡലിൻ്റെ ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പനി എവിടെയാണ് പണം നിക്ഷേപിക്കുന്നത്, ലോൺ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, ഇതെല്ലാം വ്യക്തമായിരിക്കണം. ഇവയെല്ലാം ഓൺലൈൻ വെരിഫിക്കേഷനുള്ള സൗകര്യം നമുക്കുണ്ട്. RBI ഒഫീഷ്യൽ വെബ്സൈറ്റിൽ NBFCസിൻ്റെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം. CRCSൻ്റെ വെബ്സൈറ്റിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിസ്റ്റ് ലഭ്യമാണ്. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർ, ജനങ്ങൾ എങ്ങനെയാണ് സാധാരണയായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെറ്റിൽ വീണു പോകുന്നത്, അല്ലെങ്കിൽ ഈ ട്രാപ്പിലായി പോകുന്നത് എങ്ങനെയാണ്? പലരും ചെയ്യുന്നത്, ഒന്ന്, ഫ്രണ്ട് പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിക്ഷേപം. ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് കേട്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ നിക്ഷേപിക്കരുത്, അത് ഏറ്റവും വലിയ തെറ്റാണ്. 2, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നോക്കുന്നത്. ലീഗാലിറ്റി നോക്കണം, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നോക്കിയാൽ പോരാ. രജിസ്ട്രേഷൻ, അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ കാണണം, നിർബന്ധമായും കാണണം. കോപ്പറേറ്റീവ് എന്ന വാക്ക് കേട്ടാൽ അത് സേഫാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. എല്ലാം സേഫ് അല്ല. സ്റ്റേറ്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് CRCSൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കണം, അത് സേഫ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. ഞാൻ ഇതിനോട് തന്നെ ബന്ധപ്പെട്ട അടുത്ത എൻ്റെ ഒരു ചോദ്യം, നേരത്തെ ചോദ്യം ചോദിച്ചതിൻ്റെയൊക്കെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഒരു നല്ല സ്ഥാപനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രോപ്പർ ഗവൺമെൻറ് രജിസ്ട്രേഷൻ, റെഗുലർ ഓഡിറ്റിംഗ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിംഗ്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീം, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻവെസ്റ്റേഴ്സ്, ജെനുവിൻ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് സോഷ്യൽ ക്രെഡിബിലിറ്റി. ഇത്തരത്തിലുള്ള കമ്പനികളാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. ആളുകൾക്ക് സുരക്ഷിതത്വവും വിശ്വാസവും നൽകുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളാണ്. വിനോദ് സാർ, നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂയുടെ നീളതാവറിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിക്ഷേപകരായി ഉള്ളവർ നമ്മളെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ സാർ പറഞ്ഞ 5 പോയിന്റുകൾ വളരെ വാലിഡാണ്. ഈ 5 കാര്യങ്ങൾ അവർ മനസ്സിലാക്കി നിക്ഷേപിച്ചാൽ അവർക്ക് നല്ലൊരു സ്ഥാപനത്തിലേക്ക് അവിടെ നിക്ഷേപങ്ങൾ മാറ്റാം എന്ന് സാർ കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സാർ, എൻ്റെ അവസാനത്തെ ചോദ്യമാണ്, നിക്ഷേപകരോട് അല്ലെങ്കിൽ ഇൻവെസ്റ്ററോട് സാറിനുള്ള അവസാനമായിട്ടുള്ള ഒരു സന്ദേശം. നിക്ഷേപം പണമുണ്ടാക്കാനായി മാത്രമല്ല, അത് നമ്മുടെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് വിവരമുള്ള നിക്ഷേപങ്ങൾ ചെയ്യുക. റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം നിക്ഷേപിക്കുക. ഹൈ ഇൻട്രസ്റ്റ് ട്രാപ്പിൽ ഒരിക്കലും വീഴരുത്. ബഡ്സ് ആക്ട് മനസ്സിലാക്കുക, അത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. പിന്നെ ഏറ്റവും പ്രധാനമായത്, എല്ലാ കമ്പനികളും തെറ്റല്ല. കേരളത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന NBFCകളും മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമുണ്ട്. അവരാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, കടപ്പാടുകൾ നിറവേറ്റുന്നത്, സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമ്മൾക്ക് വളർത്തേണ്ടത് ആവശ്യമാണ്. ചീത്തവരെ ഒഴിവാക്കി നല്ലവരെ പിന്തുണയ്ക്കുക. അപ്പോഴാണ് ഈ മേഖലയും സമൂഹവും ഒരുപോലെ സുരക്ഷിതമാകുന്നത്. വിനോദ് സർ, താങ്ക് യു സോ മച്ച്. സാർ, യു സ്പെൻഡ് യുവർ പ്രഷ്യസ് ടൈം വിത്ത് അസ്. ഇവിടെ നടന്ന ഈ ഇൻ്റർവ്യൂ will definitely be a asset to our investors. Thank you so much for coming, sir. Thank you.